നടിയുടെ പരാതിയിൽ ബലാത്സംഗ കുറ്റം ചുമത്തിയതോടെ എം മുകേഷ് MLAയുടെ രാജിക്കായി സമ്മർദ്ദം ശക്തം. മുഖ്യമന്ത്രിയെ കണ്ട് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുകേഷ് വിശദീകരിച്ചു. അഭിഭാഷകരെ കണ്ട് മുകേഷ് തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. തൽക്കാലം മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കേണ്ട എന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് ഉയർത്തുന്നില്ല. എന്നാൽ CPIയിൽ നിന്ന് ഈ ആവശ്യം ഉയരുന്നത് CPMനെ കൂടി പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഉടൻ രാജി വേണമെന്ന് ആനി രാജയും K പ്രകാശ് ബാബുവും ആവശ്യപ്പെടുമ്പോൾ കാത്തിരിക്കാനാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ഏറ്റവും ശരിയായ വഴിക്കാണ് ഈ ഗവൺമെൻറ് സ്ത്രീപക്ഷത്താണ്. സിനിമയിലെ സ്ത്രീകളുടെ മാനം, അന്തസ്സ്, തൊഴിൽ സുരക്ഷിതത്വം ഇതെല്ലാം ഉറപ്പാക്കാൻ വേണ്ടി ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു ഉന്നതാധികാര കമ്മിറ്റിയെ വെച്ച ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ് ഇരകളുടെ കൂടെയാണ് ആയിരിക്കുമെന്ന് ഉറപ്പുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഇവിടെ ഇതേ തരത്തിലുള്ള ആരോപണത്തിന് വിധേയരായിട്ടുള്ള MLAമാരുണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത്. അതുകൊണ്ട് ആരോപണം എന്ന് പറഞ്ഞത് മാത്രമല്ല വിഷയം. കാത്തിരിക്കാൻ, ഡോണ്ട് ബി ഇൻ എ ഹറി. മുകേഷിന് പ്രതിരോധം തീർത്ത് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും LDF കൺവീനർ EP ജയരാജനും രംഗത്ത് വന്നു. മുകേഷിനെതിരെ കേസെടുത്തല്ലോ എന്നായിരുന്നു പ്രകാശ് കാരാട്ടിന്റെ പ്രതികരണം. അവിടുത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം ഇക്കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കും. മുകേഷിനും ഇതിനകത്തൊരു ചുമതലയുണ്ട് ഇക്കാര്യത്തിൽ ഉചിതമായൊരു തീരുമാനമെടുക്കാൻ. അത് അവർക്ക് വിടുകയാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് എന്ത് വേണമെന്നുള്ളതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത്. മുകേഷിന് വിടുകയല്ല, മുകേഷ് മാത്രം തീരുമാനിക്കേണ്ടതല്ല. മുകേഷും അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ കേരളത്തിലെ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയ പ്രസ്ഥാനവും LDFും ഒക്കെ ഇക്കാര്യം ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ രാജിയാണ് ഒരു MLA ചെയ്ത തെറ്റിന്റെ മേലെ സ്വീകരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് മുൻപുണ്ടായിട്ടുള്ള 2 MLAമാർ രാജിവെക്കണം. കേരളത്തിന്റെ ചരിത്രത്തിൽ MLAമാരുടെ പ്രശ്നമാണെങ്കിൽ എല്ലാ MLAമാർക്കും ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ബാധകമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ള നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് സ്വീകരിക്കും. ഒരാളോടും പ്രത്യേക മമതയോ പ്രത്യേകമായ സംരക്ഷണമോ ഒന്നും ഗവൺമെന്റ് ചെയ്യുകയില്ല. നീതിപൂർവമായ തെറ്റുകൾക്കെതിരെ ശക്തമായ നടപടി. ആര് തെറ്റ് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷയും ഉണ്ടാകും, നടപടിയും ഉണ്ടാകും. മുകേഷ് MLA വലിയ ആരോപണങ്ങൾക്ക് വിധേയനായിരിക്കും. അപ്പോൾ അതിൽ പ്രതികരണം കേസെടുത്തില്ല. അതേസമയം പരാതി നൽകിയ നടിയുടെ രഹസ്യമൊഴി കോടതിയിൽ രേഖപ്പെടുത്താൻ പോലീസ് നീക്കം തുടങ്ങി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ഒപ്പം S ശ്രീകാന്തും അജീഷ് ജയകുമാറും VA ഗിരീഷും അരുൺ രാജും വിശദാംശങ്ങൾ നൽകും. വിഷ്ണു, എന്താണ് പോലീസിന്റെ നീക്കം? ഇതിപ്പോൾ ഒരു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. മുകേഷ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു എന്നായിരുന്നു നേരത്തെ റിപ്പോർട്ട്. തൽക്കാലം മുൻകൂർ ജാമ്യത്തിന് നീക്കമില്ല എന്ന വിവരം വരുന്നു. ഇതിൽ ഇപ്പോൾ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്താൻ പോകുന്നു. ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? വിജയകുമാർ, അറസ്റ്റ് ഉടനടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റ് ഇക്കാര്യങ്ങൾ വേറെ ആരോടെങ്കിലും വെളിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നടിയോട് ആരാഞ്ഞിരുന്നു. ചില പേരുകളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ കൂടി മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുക. 164 ആണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറുകയും ചെയ്യുക. അതുപോലെ മുകേഷും കാത്തിരിക്കുകയാണ്. 164 ശേഷം മതി മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് പോകുക എന്നുള്ളതാണ്. അന്വേഷണ സംഘം വളരെ ചടുലമായി നീങ്ങുന്നു. 2 ദിവസത്തിനുള്ളിൽ അത് പരാതി നൽകി പിറ്റേ ദിവസം തന്നെ SIT ഇവരുടെ മൊഴി രേഖപ്പെടുത്താൻ എത്തുന്നു. മൊഴി രേഖപ്പെടുത്തുന്നു. 15 മണിക്കൂറാണ് മൊഴി രേഖപ്പെടുത്താൻ എടുത്ത സമയം. അതിന് പിന്നാലെ തന്നെ ഇന്നലെ മരട് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൈമാറി പരാതി രേഖപ്പെടുത്തുന്നു. മരട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇന്ന് ഈ സംഭവം നടക്കുന്നത്. അവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി. ഇതിലെ വകുപ്പുകളാണ് ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്നത്. 376(1) അതായത് ബലാത്സംഗം, അതോടൊപ്പം 506 ഉണ്ട്, 452 ഉണ്ട്, 354 വീട്ടിൽ അതിക്രമിച്ച് കയറി പിടിക്കുക, അത്തരത്തിലുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം വകുപ്പുകൾ ചുമത്തി കേസെടുത്താൽ ഉടൻ തന്നെ അറസ്റ്റിലേക്ക് പോകുന്നതാണ് പോലീസിന്റെ ഒരു രീതി. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് ഒരു ജനപ്രതിയാണ്. അതുകൊണ്ട് പ്രോസിക്യൂഷൻ വളരെ കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിച്ച ശേഷം മാത്രമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുക. അതിന് പ്രോസിക്യൂഷനെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് പ്രധാനമായി വെല്ലുവിളി നിൽക്കുന്നത് ഇത് കുറേ
വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. അതിൽ തെളിവ് സമാഹരിക്കുക എന്നുള്ളത് ഒരല്പം വെല്ലുവിളി നിറഞ്ഞ നടപടി കൂടിയാണ്. അതുകൊണ്ട് പരമാവധി തെളിവുകളൊക്കെ സമാഹരിച്ചായിരിക്കും അറസ്റ്റിലേക്ക് പോകുക. അതല്ല എങ്കിൽ കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മുകേഷിന് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ വലിയ തിരിച്ചടി സർക്കാരിനാവും. സർക്കാർ സംരക്ഷിച്ചു എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് വളരെ ശ്രദ്ധപൂർവ്വം തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് ഈ കേസുകൾ കൊച്ചിയിൽ എടുത്തിരിക്കുന്ന എല്ലാ കേസുകളും ഇന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. ആ പ്രത്യേക അന്വേഷണ സംഘം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. വിജയകുമാർ. വിഷ്ണു, ഇതിൽ മൊഴി ഇന്നലെ രേഖപ്പെടുത്തി. കുറച്ച് പഴയ ആരോപണങ്ങൾ, കുറച്ച് പഴയ സംഭവങ്ങളൊക്കെ ആയിരുന്നു നേരത്തെ ഈ പരാതിക്കാരി മാധ്യമങ്ങളോട് ഒരു ഘട്ടത്തിൽ പറഞ്ഞത്. തെളിവുകളുടെ അഭാവമുണ്ടോ എന്നൊക്കെയുള്ള സംശയം ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. പക്ഷേ അതിൽ തെളിവുകളൊക്കെ ഉണ്ടെന്ന് അവർ വീണ്ടും പറയുന്നത് കഴിഞ്ഞ ദിവസം പിന്നീട് നമ്മൾ കേൾക്കുകയും ചെയ്തു. ഒരു സുശക്തമായ കേസ് എന്ന നിലയിൽ പരിഗണിക്കാവുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഈ പരാതിക്കാരിയിൽ നിന്ന് IPS ഉദ്യോഗസ്ഥരടക്കമുള്ളവരാണ് മൊഴി രേഖപ്പെടുത്തിയത്. അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണോ നമ്മൾ ഈ ഘട്ടത്തിൽ കരുതേണ്ടത്? വിജയകുമാർ, അങ്ങനെ പരമാവധി തെളിവുകളും ഇവരുടെ മൊഴിയിലും ചില വസ്തുതകളുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുകേഷിനെതിരെ കേസെടുത്തത്. നേരത്തെ രഞ്ജിത്തിനെതിരെ 354 വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. പക്ഷേ ഇവിടെ അതിനപ്പുറത്തേക്ക് ഈ മൊഴിയുടെ ഒരു ഗൗരവം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ MLA-ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. അവർ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് വെറുതെ തന്നെ മുകേഷ് MLA കയറി പിടിച്ചു എന്നല്ല അവർ പറയുന്നത്. ഏത് സമയത്താണ്, എവിടെ വെച്ചാണ്, ഏത് സിനിമയുടെ സെറ്റിൽ വെച്ചാണ് എന്നെല്ലാം കൃത്യമായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. അത് ഒരിടത്ത് വെച്ച് മാത്രമല്ല, പലതവണ മുകേഷ് തന്നോട് ഇത്തരത്തിൽ അശ്ലീല ചുവയോടുകൂടി സംസാരിച്ചു. എന്താണ് സംസാരിച്ചത് എന്ന് കൃത്യമായി തന്നെ, അതായത് മുകേഷ് പറഞ്ഞത് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തോട് അവരുടെ രീതിയിൽ പറഞ്ഞ് നൽകിയിട്ടുമുണ്ട്. ആ മൊഴിയുടെ ഒരു ഗൗരവ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ കേസ് ലോക്കൽ പോലീസിലേക്ക് കൈമാറുകയും ഇതിൽ അടിയന്തരമായി കേസെടുക്കണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തത്. ഇത് മൊഴിയിലൊക്കെ വലിയ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ബലാത്സംഗം പോലുള്ള ഗുരുതര വകുപ്പുകൾ പ്രത്യേകിച്ചൊരു ജനപ്രതിനിധിക്കെതിരെ ചുമത്തുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അന്വേഷണ സംഘം കരുതുന്നത് ഈ മൊഴിയിൽ മൊഴി പറഞ്ഞതിൽ അല്ലെങ്കിൽ ഈ നടിയുടെ മൊഴിയിൽ ചില വസ്തുതകൾ ഉണ്ട് എന്ന് പ്രാഥമികമായി അവർ വിലയിരുത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ, ജാമ്യമില്ലാത്ത വകുപ്പ് ഒരു ജനപ്രതിനിധിക്കെതിരെ ചുമത്തിയതെന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. വിജയകുമാർ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.